ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സ് എങ്ങനെ ഫോം ചെയ്തു, ബിഗ് ബാങ് എന്താണ്, ഒരു സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത്. യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ ആറ്റംസ് ആദ്യം യൂണിവേഴ്സ് ഹോട്ടായിരുന്നു. പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് പോയപ്പോൾ യൂണിവേഴ്സ് എന്തായി, കൂളായി. ഫസ്റ്റ് ആറ്റംസ് ഒക്കെ ഫോം ചെയ്തു. അങ്ങനെ ഗ്രാവിറ്റി മൂലം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒരുമിച്ച് എന്തുണ്ടായി, സ്റ്റാർസും അതുപോലെ ബാക്കിയുള്ള പ്ലാനറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തു. സ്പേസ് സ്റ്റഫ്സ് ഫോം ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു, അതായത് രണ്ട് ചെറിയ ആറ്റോമിക് ന്യൂക്ലിയർ കൂടിച്ചേർന്ന് വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം എനർജി റിലീസ് ആവും അല്ലേ. അപ്പം അതിന് നമ്മൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു. ഫിഷൻ എന്ന് പറയുന്നത് വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ, ഫോർ എക്സാമ്പിൾ യുറാനിയം 238 പോത്രമോ എന്ന വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ആറ്റംസായി മാറുന്നതിനെ, ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിഷ്യൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു. അതായതിലൊക്കെയാണ് ആറ്റം ബോംബിലൊക്കെയാണ്, ആറ്റം ബോംബിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് ഫിഷൻ റിയാക്ഷൻ. അതുപോലെ ന്യൂക്ലിയർ പവർ റിയാക്ടർ, ഇവിടെ എല്ലാം എന്താണ്, ഫിഷൻ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. സോ ഫ്യൂഷനും ഫിഷനും രണ്ടാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ഫാക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഇപ്പോൾ സോളർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണ്, പ്രോക്സിമ സെഞ്ചുറി ആണെന്ന് പറഞ്ഞു ആദ്യമായിട്ട്. അതുപോലെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ പേര് സജിറ്റേറിയസ് എ സ്റ്റാർ. സോളാർ സിസ്റ്റം വിട്ടുപോയി രണ്ട് സ്പേസ് ക്രാഫ്റ്റ് ഏതൊക്കെയായിരുന്നു, വോയേജർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടെറസ്ട്രിയൽ റേഡിയേഷൻ, ലോങ് വേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. സോ ടുഡേസ് ഡിസ്കഷൻ ഈസ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അത് പഠിക്കേണ്ട കാര്യം. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അറിയാലോ, 90 ഡിഗ്രി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ബി എന്നാണ് പറയാം. അതും നമ്മൾ നോക്കണ്ട ഇവിടെ, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആവും. അതിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാവും പോവുക. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. അതായത് മീഡിയം വേണ്ട. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ എപ്പോഴും ഒരു മീഡിയം ആവശ്യമുണ്ട്. ഒരു വൈബ്രേഷൻ സംഭവിച്ചിട്ടാണ് സൗണ്ട് വേവ് പോവുക. അതായത് നിങ്ങളൊരു സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ട് അവിടെയുള്ള എയർ പാർട്ടിക്കിൾസിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതങ്ങനെ പാസ് ചെയ്തിട്ടാണ് സൗണ്ട് വേവ് പോവുക. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങനെയല്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതിന് എന്ത് ആവശ്യമില്ല, ഒരു മീഡിയം ആവശ്യമില്ല. മീഡിയം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ, എയർ, വാട്ടർ, ഗ്ലാസ്, സ്റ്റീൽ, എന്താണെങ്കിലും അതൊരു മീഡിയം ആണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ എന്താവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, കുറേ ടൈപ്പ് ഓഫ് വേവ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. നമുക്കതിലാകെ കാണാൻ പറ്റുന്നത് ഏതാണ്, വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് ആണ്. അതിനൊരു ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ ഉണ്ട്. അതങ്ങനെ കറക്റ്റ് നമ്മളെടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, നമ്മളെ തിയറി മാത്രം നോക്കി പോയാൽ മതി. അപ്പോൾ നമുക്ക് ആകെ കാണാൻ പറ്റണത് ഏതാണ്, വിസിബിൾ ലൈറ്റ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. വിസിബിൾ ലൈറ്റിൽ ഏതൊക്കെയാണുള്ളത്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ എന്ന് പറയും അല്ലേ, അപ്പോൾ ഇത് പറയണേക്കാണ് മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് സ്പെക്ട്രം. ഇതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ
ലെഫ്റ്റിലേക്ക് പോകും തോറും അതിൻ്റെ വേവ് ലെങ്ത് കൂടും. എന്ത് കൂടും? വേവ് ലെങ്ത്. ഓക്കെ. റൈറ്റിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കുറയും. ലെഫ്റ്റിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത് ഫ്രീക്വൻസി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കാം. വേവ് ലെങ്ത് കൂടും, റൈറ്റിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഇനി ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും, റൈറ്റിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഇത് നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. ഈ വേവ് ലെങ്ത് കുറവാണെങ്കിൽ അവിടെ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും. എന്താ വേവ് ലെങ്ത് എന്ന് പറഞ്ഞുതരാം. ഇതാണൊരു വേവ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവിൻ്റെ ക്രസ്റ്റ്, ഇതാണ് ക്രസ്റ്റ്, ഇതാണ് ട്രഫ്. ഇതൊന്നും നിങ്ങൾ എഴുതിയേക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ആ വേവിൻ്റെ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, ഇതാണ് രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഇതാണ് രണ്ട് ട്രഫ് തമ്മിലുള്ള ദൂരം. ആ ദൂരത്തിനെയാണ് എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡ് ടൈം ഇൻ്റർവൽ തന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ എത്ര വേവ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയോ 1 സെക്കൻഡ്, അവിടെ എത്ര വേവ് പോകുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയാം? ഫ്രീക്വൻസി എന്ന് പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയുമെന്ന് പറഞ്ഞത് അല്ലേ? കാരണം ഇപ്പം ഇതാണ് ഒരു വേവ്. ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് 1 സെക്കൻഡ് എന്ന് വിചാരിക്കുക. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് 1 സെക്കൻഡ്. അപ്പോൾ വേവ് ലെങ്ത് ഇവിടെ കുറഞ്ഞില്ലേ? കാരണം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, ഒരു രണ്ട് ക്രസ്റ്റും അല്ലെങ്കിൽ രണ്ട് ട്രഫും തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, കുറച്ചും കൂടിയും മനസ്സിലാക്കി തരാം, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തരാം. കാരണം ഈ ബേസ് കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, വേവ് ലെങ്ത് ഫ്രീക്വൻസി എന്താണെന്ന് അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഒരു വേവ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഇപ്പോൾ ഇതാണ് 1 സെക്കൻഡ്. ഈ 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരൊറ്റ വേവ് മാത്രം കാണാൻ പറ്റുള്ളൂ അല്ലേ? ഒറ്റ വേവ്, ഈ ഒരൊറ്റ വേവ് മാത്രം നമുക്ക് ഒരു സെക്കൻഡിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വേവ് ലെങ്ത് ഇവിടെ കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലെന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറവാണ് അല്ല, ഒരു വേവ് അല്ലേ ഉള്ളൂ. ഇനി ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ റെഡിൽ ഞാൻ റെഡ് കളറിൽ ഫ്രീക്വൻസി വരച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണെന്ന് വിചാരിക്കുക. ഒരു വേവ്, 2 വേവ്, 3 വേവ്, 4 വേവ്, 5 വേവ്. ഇപ്പം 5 വേവ് ഉണ്ട്, ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ എന്ത് ഇവിടെ കുറഞ്ഞു? വേവ് ലെങ്ത് കുറഞ്ഞു അല്ലേ? രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലുള്ള ദൂരം കുറഞ്ഞു അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും. വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കുറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്താൽ മതി, ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വിസിബിൾ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൽ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ. ഈ വിബ്ജിയോറിൽ ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക ഏതാ? റെഡ് കളർ. അതായത് റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വേവ് ലെങ്ത് ഉള്ളത്. റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറവുള്ളത് ഏതിനാണ്? വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറവുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? റെഡിനാണ്. ഓക്കെ, റെഡിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേവ് ലെങ്ത് കൂടുമ്പോൾ അവിടെ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റെഡിനാന്ന് പറയുമ്പോൾ റെഡിന് തന്നെയായിരിക്കും ഏറ്റവും ഫ്രീക്വൻസി കുറവുണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റെഡിനാകുമ്പോൾ എന്താ ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്താൽ റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ റെഡ് ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഡേഞ്ചർ ലൈറ്റൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് കത്തില്ലേ, അതൊക്കെ റെഡ് ആയത് എന്തുകൊണ്ട്? റെഡ് വയ്ക്കുന്നത്. അതുപോലെ ട്രാഫിക് സിഗ്നൽ സ്റ്റോപ്പിൻ്റെ സൈൻ റെഡ് ആവുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? റെഡ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, റെഡ് കളർ ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് പെർത്താന്ന് വിചാരിക്കാം. ഓക്കെ,
ഇതിപ്പോൾ എർത്താന്ന് വിചാരിക്കാം. ഈവനിങ് ടൈമാണ്. ഓക്കെ, ഈവനിങ് ടൈമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ആവും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. സണ്ണ് ഇവിടെയാണുള്ളത്. ഇപ്പം എന്താ ഉണ്ടാവുക? ഈ സണ്ണിൻ്റെ കളർ എന്താണ്? സണ്ണിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ഈസ് മിക്സ്ചർ ഓഫ് 7 കളർ. ഈ 7 വൈറ്റ് കളർ 7 കളറിൻ്റെ മിക്സ്ചറാണ്. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ വൈറ്റ് കളർ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഏതൊക്കെ കളറായി മാറും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ ആവും അല്ലേ? അതിൽ ഏറ്റവും കുറവ് ദൂരം ട്രാവൽ ചെയ്യുക ഏതാ? വയലറ്റ് ആണ്. ഞാൻ പറഞ്ഞു വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറവെന്ന് അല്ലേ? അപ്പോൾ വയലറ്റ് ഏകദേശം ഇവിടം വരെ എത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഇൻഡിഗോ, പിന്നെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡാണ് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക. ഓക്കെ, റെഡാണ് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് ഏത് കളർ മാത്രമാണ്? റെഡ് കളർ മാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് സണ്ണ് ഈവനിങ് ടൈമിലും മോർണിംഗ് ടൈമിലൊക്കെ സണ്ണ് റെഡായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്ത് വരുന്നത് കൊണ്ടാണ്. ഇനി റെഡ് മൂൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇതിപ്പോൾ സണ്ണാന്ന് വിചാരിക്കുക, ഇതിപ്പോൾ എർത്ത്. ഓക്കെ, ഇത് എർത്ത്, ഇത് മൂൺ. ഓക്കെ, ഇത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ സണ്ണിന്നുള്ള ലൈറ്റ്, സണ്ണിൻ്റെ കളർ ഏതാണെന്ന് പറഞ്ഞോ? വൈറ്റ് ലൈറ്റ് ഇതിൽ കൂടെ എൻ്റർ ചെയ്ത് പിന്നെ റെഡ് ലൈറ്റ് ആവും. ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്താ റെഡ് ആവും. റെഡ് മാത്രമായിരിക്കും, റെഡ് വേവ് ലെങ്ത്തുള്ള ലൈറ്റ് മാത്രമായിരിക്കും അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് മുകളിൽ തട്ടി തിരിച്ച് വരുന്നത് ഏത് ലൈറ്റ് തന്നെയാവും? ഇതേ വേവ് ലെങ്ത്തുള്ള റെഡ് ലൈറ്റ് തന്നെയാവും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു റെഡിഷ് കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചന്ദ്രനെ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. മൂണിൻ്റെ കേസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യപ്പോൾ ഏതാണ്? റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. വിസിബിൾ ലൈറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് വിസിബിൾ ലൈറ്റ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? അതിൽ നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ഏത് മാത്രമാണ്? അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണത് ഏതാണ്? റെഡ് ആണ്. ഏറ്റവും കൂടുതൽ കുറവ് ദൂരം ട്രാവൽ ചെയ്യണത് വയലറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് വയലറ്റിനും ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് റെഡിനും. കാരണം എന്താണ്? ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി കൂടും. ഓക്കെ, വൈസ് വേഴ്സ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വേവ് ലെങ്ത്തും അതുപോലെ ഫ്രീക്വൻസിയും. അപ്പോൾ നമ്മൾ ആകെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഏതാണ്? വിസിബിൾ ലൈറ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഗാമ റേ, എക്സ്റേ, UV, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുക. യൂസ് ടു ബ്രോഡ്കാസ്റ്റ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ ഉപയോഗിക്കാം. അതുപോലെ ലോങ് വേവ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയോ വേവ് ആയിരിക്കും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൈക്രോവേവും ഒരു ലോങ് വേവ് റേഡിയേഷൻ തന്നെയാണ്. ഓക്കെ, മൈക്രോവേവ് ഒരു ലോങ് വേവ് മൈക്രോവേവും ഒരു ലോങ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. ഓക്കെ, പക്ഷേ മൈക്രോവേവിനേക്കാളും വേവ് ലെങ്ത് കൂടുതൽ ഏതിനാ വരാം? റേഡിയോ വേവ്സിനാണ് മൈക്രോവേവിനേക്കാളും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഏതിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ വേവിനാണ്. അത് കഴിഞ്ഞിട്ട് മൈക്രോവേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത്. പിന്നെ ഇൻഫ്രാറെഡ് റേസ്. ഓക്കെ, ഇൻഫ്രാറെഡ് റേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻഫ്രാറെഡ് IR എന്ന് നമ്മളിങ്ങനെ പറയും. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഹീറ്റുള്ള ബോഡി എപ്പോഴും ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബോഡി ടെമ്പറേച്ചർ ഉണ്ട് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറൻ്റ് ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ഇൻഫ്രാറെഡ് റേസ് പോകുന്നുണ്ട്.
ഓക്കെ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ചുറ്റും നിങ്ങൾ കാണുന്ന എല്ലാ ഒബ്ജക്റ്റിൽ നിന്നും എന്ത് പോകുന്നുണ്ട്? ഇൻഫ്രാറെഡ് റേഡിയേഴ്സ് പോകുന്നുണ്ട്. ഓക്കെ. ഇൻസുലേഷൻ കാരണം, അതായത് സണ്ണിൽ നിന്ന് വരുന്ന എനർജി കാരണം എർത്ത് ഹീറ്റായി. എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ എർത്ത് കൂളാവണത് എന്തുകൊണ്ടാണ്? ഈ ഹീറ്റ് എനർജി ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി. ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഓക്കെ. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ലോങ് വേവ് റേഡിയേഷൻ ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾ വിസിബിൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇൻഫ്രാറെഡും മൈക്രോവേവും റേഡിയോ വേവും ഒക്കെ എന്താണ്? ഒരു ലോങ് വേവ് റേഡിയേഷൻ ആണ് അല്ലേ? ഈ വിസിബിൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമറേ ഒക്കെ ഷോർട്ട് വേവ് റേഡിയേഷൻ. ഓക്കെ. വേവ് ലെങ്ത് കുറവായതുകൊണ്ടാണ് ഷോർട്ട് വേവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വിസിബിൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇൻഫ്രാറെഡും മൈക്രോവേവിനും റേഡിയോ വേവിനും വേവ് ലെങ്ത് കൂടുതലും ഫ്രീക്വൻസി കുറവാണ്. വിസിബിൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ അൾട്രാ വയലറ്റിനും എക്സ്റേക്കും ഗാമറേസിനും ഫ്രീക്വൻസി കൂടുതലും വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ. അപ്പോൾ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? ഹീറ്റുള്ളൊരു ബോഡി എപ്പോഴും ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യും. സണ്ണിൽ നിന്നുള്ള എനർജി എർത്തിൻ്റെ സർഫസിൽ വന്ന് തട്ടി എർത്ത് ചൂടായി. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആകുമ്പോൾ എർത്ത് കൂളാവും. അതെന്തുകൊണ്ടാണ്? ഈ ഹീറ്റ് ലോങ് വേവ് റേഡിയേഷൻ, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ. എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകും, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് എർത്ത് കൂളാവണം. അത് എന്ത് റേഡിയേഷൻ വഴിയാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴിയാണ്. ഓക്കെ. അപ്പോൾ IR എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. IR എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് അല്ല, ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. ഓക്കെ. ദെൻ അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമറേ, UV അബ്സോർബ് ബൈ സ്കിൻ യൂസ്ഡ് ഇൻ ഫ്ലൂറസെൻറ്റ് ട്യൂബ്. UV എന്ന് പറയുമ്പോൾ കുറച്ച് പവർ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറയാം. വിസിബിൾ ലൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, വിസിബിൾ ലൈറ്റിന് ഇതാണ് എന്താ? വേവ് ലെങ്ത് അല്ലേ? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഇത്രയാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഇനി UVയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് കൂടുതലാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇതിനാണ് കൂടുതൽ? അൾട്രാ വയലറ്റിനാണ്. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ UVക്കാണ്. നമ്മുടെ ബോഡിക്ക്, സ്കിന്നിനൊക്കെ ഡാമേജ് ഉണ്ടാവും. ഈ സൂര്യാഘാതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ UV റേസ് കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്കിൻ ഡാമേജ് ആവും. ഇനി എക്സ്റേ, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് എക്സ്റേ. ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ്. ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ. നമ്പർ ഓഫ് ഓസിലേഷൻസ് വളരെ കൂടുതലാണ് ഫ്രീക്വൻസി അല്ലേ, എക്സ്റേസിൽ. അപ്പോൾ അത്രയും ഫ്രീക്വൻസി കൂടുതലാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള റേ ആണ് എക്സ്റേ. അതുകൊണ്ടാണ് നമ്മുടെ ബോൺസിനൊക്കെ, എല്ലിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ എടുക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്റേ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകും. എന്നിട്ടാണ് നമ്മുടെ ബോണിൻ്റെ ഒക്കെ ഇമേജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇനി ഗാമറേ, ദ മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഗാമറേ. ഈ ഗാമറേസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുന്നൊരു കാര്യം, എക്സ്റേയും ഗാമറയും ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കും. കാരണം അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള റേസ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ സെല്ലിനെ നമുക്ക് നശിപ്പിച്ച് കളയാൻ എക്സ്റേയും ഗാമറേസും കൊണ്ട് പറ്റും. ഇനി ഗാമറേ മെയിൻലി ഉണ്ടാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർനോവ എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്, സൂപ്പർനോവ. ഓക്കെ. ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് വലിയ ജെയിൻറ്റ് സ്റ്റാർസ് ഉണ്ടാവും. നമ്മുടെ സണ്ണൊരു സൂപ്പർനോവ ഉണ്ടാവാൻ പറ്റിയ സ്റ്റാറില്ല, ഒരു എക്സ്പ്ലോഷനാണ്. ഈ സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ ആ ഒരു ഒരുപാട് ഏജായിട്ട് അത് അതിൻ്റെ ലൈഫ് സ്പാൻ തീരുമ്പോൾ, അതായത് സ്റ്റാർസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ല, അവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? ഫ്യൂഷൻ റിയാക്ഷനാണ് നടക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഫ്യൂഷൻ റിയാക്ഷൻ തീർന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസാനം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗ്രാവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഗ്രാവിറ്റി കാരണം ഈ സ്റ്റാർ ചെറുതായി ഒരു പോയിന്റിലേക്ക് വന്ന് പിന്നെയും എക്സ്പ്ലോഡ് ആവുക ചെയ്യണത്. ഓക്കെ. അങ്ങനെ ഒരു പൊട്ടിത്തെറി, പിന്നെ ഒരു എക്സ്പ്ലോഷൻ, അങ്ങനെ പറയുന്നതിനെയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സൂപ്പർനോവ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നൊരു റേഡിയേഷൻ പോകും, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷനാണ്. ആ റേഡിയേഷനാണ് ഗാമ റേസ്. ഓക്കെ. ഗാമ റേ ബേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷനാണ് ഗാമ റൈസ് ഒക്കെ. സൂപ്പർനോവ എക്സ്പ്ലോഷനൊക്കെ സംഭവിക്കുമ്പോൾ ഗാമ റൈസ് ഒക്കെ എർത്തുമ്പോൾ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എർത്ത് അങ്ങനെ കരിഞ്ഞു പോകും. അത്രയും പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് നമുക്ക് പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? വിസിബിൾ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. വിസിബിൾ ലൈറ്റ് വിബ്ജിയോറിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഇതിനാണ്, റെഡിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് ടൈമും മോർണിംഗ് ടൈമും ഒക്കെ സണ്ണ് നമുക്ക് റെഡ് കളറിലായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുക, ഓക്കെ, സ്കാറ്റർ ചെയ്യുക ഏത് ലൈറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആണ്. ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുക. അതുകൊണ്ട് സണ്ണിൻ്റെ ലൈറ്റ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കിടക്കുമ്പോൾ തന്നെ സ്കാറ്റർ ചെയ്ത് ബ്ലൂ കളർ എല്ലായിടത്തും സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് സ്കൈ എപ്പോഴും ബ്ലൂ കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്, ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്. റേഡിയോ വേവ് എന്ന് പറയുമ്പോൾ ലോങ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. പിന്നെ മൈക്രോവേവ്, അതും ലോങ് വേവ് ആണ്. അതിനേക്കാളും കുറച്ച് വേവ് ലെങ്ത് കുറവാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഹീറ്റായിട്ടുള്ള ബോഡി ഇൻഫ്രാറെഡ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. നമ്മുടെ ബോഡിക്കും ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും ഇൻഫ്രാറെഡ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അൾട്രാവയലറ്റിൻ്റെ കാര്യം പറഞ്ഞു, എക്സ്റേയുടെ കാര്യം പറഞ്ഞു, ഗാമ റേഡിയേഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇതൊക്കെ പവർഫുൾ ആയിട്ടുള്ള റേസ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നിർത്താം. സയൻസിൻ്റെ ഒക്കെ ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസിൻ്റെ ഒക്കെ കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫാസ്റ്റായിട്ട് പോയി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പൊളിറ്റിക്സ് പോലെ തന്നെ ഒരുപാട് പെട്ടെന്ന് പോയി എടുത്ത് തീർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ തന്നെ എടുത്ത് തീർക്കാവുന്ന സബ്ജക്റ്റാണ് സയൻസിൻ്റെ ഒക്കെ. ഓക്കെ, ഇനി ഈ ഒരു ഇമേജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ ഒരു ഇമേജ് ജെയിംസ് വെബ് 1 minute. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ഓക്കെ, JWST എന്ന് ഷോർട്ടായിട്ട് വിളിക്കും. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എടുത്തൊരു പിക്ചറാണ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ഗാലക്സികളൊക്കെ ഒരു സ്ട്രെച്ചായി എലോങ്ങേറ്റ് ആയിരിക്കണതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്. ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് ലൈറ്റിനെ ബെൻഡ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഗ്രാവിറ്റിക്ക് എന്തിനെ ബെൻഡ് ചെയ്യിക്കാൻ പറ്റും? ലൈറ്റിനെ ബെൻഡ് ചെയ്യിക്കാൻ പറ്റും. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് പോവാന്ന് അല്ലേ. ഇപ്പോൾ എർത്തിൻ്റെ സർഫസ് കർവ്ഡ് അല്ലേ. അപ്പോൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ പോവുക? ഒരിക്കലും അല്ല. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും പോവുക. അത് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ വരച്ചെന്നെ കാണിച്ചുതരാം. ഇത് എർത്തിൻ്റെ സർഫസാന്ന് വിചാരിക്കാം. ഇപ്പോൾ ലൈറ്റ് അടിച്ചു, ഇവിടുന്ന് ഒരാൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നേരെ പോവില്ല. അത് എർത്തിൻ്റെ സർഫസിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് തന്നെയാവും പോവുക. പക്ഷേ നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാവും തോന്നാം അല്ലേ. പക്ഷേ നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനല്ല പോണേ. എർത്തിൻ്റെ സർഫസിൻ്റെ ഒപ്പം കർവ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ഗ്രാവിറ്റി പുൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗ്രാവിറ്റി എന്തിനേയും കർവ് ചെയ്യിപ്പിക്കും, ലൈറ്റിനെയും കർവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സണ്ണിൻ്റെ ബാക്കിലുള്ള നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് സണ്ണ്. ഓക്കെ, ഇത് സണ്ണ്, ഇത് എർത്ത്. ഒരുപാട് ലൈറ്റ് ഇയർ അകലെ വേറൊരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാറിനെ നമുക്ക് എർത്തിൽ നിന്ന് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ശരിക്കും നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഇത്രയും വലിയൊരു ബോഡി അല്ലേ, ഇത്രയും വലിയൊരു നക്ഷത്രം നമ്മുടെ സണ്ണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് ഇവിടെയുള്ള നമുക്ക് കാണാൻ പറ്റുക അല്ലേ? പക്ഷെ ഈ ഒരു ലൈറ്റ് എന്ത് കാരണം ബെൻഡാവും? സണ്ണിൻ്റെ ഗ്രാവിറ്റി കാരണം ബെൻഡായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് തിരിഞ്ഞിട്ടാവും നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റാർസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് നക്ഷത്രങ്ങളുടെ ഒക്കെ പുറകിലൊക്കെയുള്ള വേറെ സ്റ്റാർസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റ് സൈസിൽ ലൈറ്റാവും. അപ്പോൾ ഈ പോയിന്റ് സൈസിൽ ലൈറ്റ് ഗ്രാവിറ്റി കാരണം ബെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇത്രയും കൂടുതൽ പുകയാക്കണ്ട. ജസ്റ്റ് ഞാൻ എന്നിട്ടാണ് പറഞ്ഞത്, ഗ്രാവിറ്റിക്ക് എന്തിനെ ബെൻഡാക്കാൻ പറ്റും? ലൈറ്റിനെ ബെൻഡാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് സയൻസ് ആൻഡ് ടെക്ക് ഒരുപാട് ഞാൻ എടുക്കണില്ല. ഈ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് സയൻസ് ആൻഡ് ടെക്ക് എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ സയൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെ ഒന്നുകൂടി എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും, നിങ്ങളുടെ ക്ലാസ് ഒന്നും ഞാൻ മിസ് ചെയ്യില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ക്ലാസ് കുറേ കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. കഴിഞ്ഞ സയൻസ് ആൻഡ് ടെക്കിൻ്റെ വീഡിയോ ഒക്കെ 54 എത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 100+ സ്റ്റുഡൻസ് ഉണ്ട്. 100+ ഇല്ല, 90+ സ്റ്റുഡൻസ് ഉണ്ട് ബാച്ച് 1-ൽ. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് കണ്ടിട്ടില്ല സയൻസ് ആൻഡ് ടെക്ക് ഒന്നും ഒരിക്കലും. തുടങ്ങിയിട്ടുള്ളൂ നിങ്ങളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ അപ്പോഴേക്കും തന്നെ ഒരു ഡൗൺഫോൾ ഉണ്ടാവരുത്. ഒരു ഡൗൺഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം 1 to 2 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ പഠിച്ചൊരു ആകെ ഡ്രെയിൻഡ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. എന്നാലും നമ്മളവിടെ കറണ്ട് അഫയേഴ്സ് നോക്കി പോകണം. ഓക്കെ, ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാം. മാക്സിമം കൂടിക്കഴിഞ്ഞാൽ 2 ദിവസം. അത് കഴിഞ്ഞാൽ തിരിച്ച് ട്രാക്കിലേക്ക് വരണം. ഓക്കെ, അതിനാണ് ഈ മെൻറ്റർ സപ്പോർട്ടൊക്കെ തരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ഡൗൺഫോൾ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് ഔട്ടായി പോകാൻ പാടില്ല. സ്റ്റാർട്ടിങ് ആണ്, തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം എഫോർട്ട് ഇട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇത് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം, മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു.